അതിരപ്പള്ളി പ്ലാന്റേഷൻ തോട്ടത്തിലുള്ള കൊമ്പനാണ് ഇപ്പോൾ അവശ നിലയിൽ നിൽക്കുന്നത്. ഈ കൊമ്പൻ അധികം നീങ്ങാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏഴാറ്റുമുഖം ഗണപതി എന്നാണ് നാട്ടുകാരൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ആനയാണ്. എന്തായാലും കൊമ്പന് ചികിത്സ നൽകാൻ വേണ്ടി കോടനാട് നിന്ന് പ്രത്യേക മെഡിക്കൽ സംഘം വൈകാതെ എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ ആന ഈ പ്ലാന്റേഷൻ യാർഡിന് സമീപത്ത് ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ്, ആന എഴുന്നേറ്റ് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത്ര അവശനാണെന്ന് പറയാൻ കഴിയില്ലെന്ന് തോന്നുന്നു. എന്താണ്, ആന ഒരു തരത്തിലും എങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനുള്ളൊരു ഭാവമില്ലേ? ഈ പ്രത്യേക സംഘം എപ്പോഴെത്തും? അല്പസമയത്തിനകം തന്നെ ഈ വെറ്റിനറി ഡോക്ടർമാരടങ്ങുന്ന സംഘം ഡോക്ടർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ കാണുന്ന നമ്മളിപ്പോൾ നേരത്തെ ആന നിന്നിരുന്ന സ്ഥലത്തു നിന്നും അല്പം മാറിയിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാവരും തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വാച്ചർമാരും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ ആന ഇവിടെ നമ്മൾ രാവിലെ 7 മണിക്ക് മുൻപായി നമ്മൾ എത്തിയതാണ്. ആ ഒരു സമയം മുതൽ ഈ ഒരു സമയം വരെ ഇവിടെ നിന്നും കാര്യമായ ഒരു 100 മീറ്ററിലധികം ഇവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഭക്ഷണം തീറ്റ എടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു 50 മീറ്ററോളം മാറിയാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. ഈ പ്ലാന്റേഷൻ എണ്ണപ്പനത്തോട്ടത്തിൽ സ്ഥിരമായി എത്താറുള്ള ഒരു ആനയാണ് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് ഇവിടുത്തെ നാട്ടുകാരും കാട്ടാന പ്രേമികളും ഉൾപ്പെടെയുള്ളവർ പേരെടുത്ത് വിളിക്കുന്ന കാട്ടുകൊമ്പനാണ് ഇത്. ഈ കൊമ്പൻ സാധാരണഗതിയിൽ ആളുകൾക്കെല്ലാം ഇവിടെയുള്ള ആളുകൾക്കെല്ലാം തന്നെ സുപരിചിതനുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ മുതലാണ് ഈ ആന ഈ ഭാഗത്ത് ഈ കിടക്കുകയും അതിനോടൊപ്പം തന്നെ ഇവിടെ നിന്നും പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് ക്ഷീണിതനായി കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെല്ലാം തന്നെ പെട്ടെന്ന് ശ്രദ്ധിക്കുകയും വനം വകുപ്പിന് വിവരം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ എണ്ണപ്പനത്തോട്ടത്തിൽ തന്നെ ഈ ആന നിലവിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും പുഴയിലേക്ക് പോകാനോ അല്ലെങ്കിൽ കാട് കയറി പോകാനോ ഇതുവരേക്കും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ആനയ്ക്ക് എന്താണ് പ്രശ്നമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷണത്തിലൂടെ ആദ്യം വ്യക്തമാവുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുമെന്നാണ് DFO ഉൾപ്പെടെയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഴുവൻ സമയവും നിരീക്ഷിക്കുന്നതിനായി ഇന്ന് അല്പസമയം മുമ്പ് ഏകദേശം 7:30 തന്നെ ഇവിടെ വനംവകുപ്പിൻ്റെ RRT സംഘം എത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ഇപ്പോൾ ആ സംഘം ഇവിടെ ഈ ആനയെ നിരീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും ഡോക്ടർമാരെത്തിയ ശേഷം കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ വേണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രകടമായി ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. ലിഷോയ്, ഇപ്പോൾ ഈ ആനയെ അവിടെ എല്ലാവർക്കും നല്ല പരിചിതമായ ആനയാണല്ലോ, അപ്പോൾ ആനയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ ആ നാട്ടുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നേരത്തെ എങ്ങാനും ഇവനെ ഇതുപോലെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലാണോ ഇങ്ങനെ വല്ലാത്തൊരു അവശത ആനയിൽ പ്രകടമാകുന്നത്? അതായത് 2018 ശേഷം, പ്രളയത്തിന് ശേഷം പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ആനയ്ക്ക് സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ കാട്ടാന പ്രേമികളുടെ കൂട്ടായ്മയിൽ ഉള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. അന്നും സമാനമായ രീതിയിൽ വെറ്റിനറി ഡോക്ടർ എത്തുകയും ആനയെ നിരീക്ഷിക്കുകയും ആനയ്ക്ക് ആവശ്യമായ മരുന്ന് നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ആന പിന്നെ വീണ്ടും ആരോഗ്യവാനായി ഈ മേഖലയിലെല്ലാം തന്നെ നടന്നതെന്നാണ് അവർ പറയുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇന്നും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എന്ന് തന്നെയാണ്. അന്ന് ഈ ദഹന സംബന്ധമായ വിഷയങ്ങളാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. അത് പരിഹരിച്ച് പിന്നീട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് അന്ന് ഉണ്ടായത്. അതിന് സമാനമായി തന്നെയാണ് ഇന്നത്തെ പ്രശ്നമെങ്കിൽ അതിന് വേണ്ട ഈ മരുന്ന് നൽകുന്നതിനും മറ്റുമെല്ലാം തന്നെയായി എളുപ്പമായ മാർഗങ്ങൾ എന്താണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് അതെല്ലാം തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സാധാരണഗതിയിൽ വളരെയേറെ ഒരു ആരോഗ്യവാനായ ഒരു കൊമ്പനാണ് ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന പേരിൽ ഇവിടുത്തെ ആളുകൾ വിളിക്കുന്ന ഈ ഒരു കൊമ്പൻ എന്ന് പറയുന്നത്. അധികം ആരെയും ഇതുവരേക്കും ഉപദ്രവിക്കുകയോ ഓടിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ജനവാസ മേഖലയിലേക്ക് ഈ ആന കടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരവുമുണ്ട്. എന്തായാലും അതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് വനം വകുപ്പ്. നിലവിലത്തെ സാഹചര്യത്തിൽ ആനയ്ക്ക് അത്യാവശ്യമായി ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ, അതിനുവേണ്ട ചികിത്സ ആവശ്യമെങ്കിൽ ചികിത്സ, അതാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്.
അല്ല ലിഷോയ്, ഈ കാട്ടാന ആയതുകൊണ്ട് ആ ചികിത്സ ലഭ്യമാക്കുന്നത് എങ്ങനെയാണ്? അതിനെ കൃത്യമായി നിയന്ത്രണത്തിൽ കൊണ്ടുവരികയൊക്കെ വേണമല്ലോ. അത് എങ്ങനെയാണ് ഈ വിദഗ്ധ സംഘം ആലോചിക്കുന്നത്? ഈ ആന ഈ എണ്ണപ്പനത്തോട്ടത്തിലാണ് പ്രധാനമായും ഈ നിലയുറപ്പിക്കാറുള്ളത്. ഇവിടെ ഈ ആന മാത്രമല്ല, നിരവധി ആനകൾ ഈ മേഖലയിൽ സ്ഥിരമായി സാന്നിധ്യം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എണ്ണപ്പനയുമായി ബന്ധപ്പെട്ട ഈ മരങ്ങൾ കുത്തിമറിച്ചിടുന്നു, അത് കഴിക്കുന്നു. അതിനുശേഷം ചാലക്കുടി പുഴയിലേക്ക്, ഇതിന് തൊട്ട് അപ്പുറത്താണ് ചാലക്കുടി പുഴ, ഈ ചാലക്കുടി പുഴയിലേക്ക് കടന്ന് അവിടെ കുളിച്ച് അല്പസമയം വെള്ളത്തിലൊക്കെ കിടന്ന ശേഷം പിന്നീട് വീണ്ടും ഈ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് തന്നെ എത്തി വൈകുന്നേരം തിരികെ കാട് കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഒരു സ്ഥിരം ഒരു ദിനചര്യ പോലെ ഇവിടുത്തെ ആനകൾക്ക് ഉള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ എങ്ങനെ ഈ ഡോക്ടർമാരെത്തി അത് പരിശോധിച്ച ശേഷം ഏതെങ്കിലും രീതിക്ക് മരുന്ന് നൽകാനോ അല്ലെങ്കിൽ ആവശ്യമായ ചികിത്സ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനോ അവർക്ക് അവരുടേതായ രീതികളുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദ്യം ആനയെ എത്തി നിരീക്ഷിക്കുക. നിരീക്ഷിച്ച ശേഷം ഏത് തരത്തിലുള്ള ഈ എന്തെങ്കിലും തരത്തിൽ മരുന്നുകളോ അല്ലെങ്കിൽ മറ്റും വേണമെങ്കിൽ അത് നൽകാനായുള്ള നടപടികൾ എടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വെക്കുകയുള്ളൂ. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടാകില്ല എന്നുള്ളതാണ്. 100-ൽ 1 അംശം മാത്രമേ അതിനുള്ള സാധ്യതകളൊക്കെ വനംവകുപ്പ് പറയുന്നുള്ളൂ. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു വിലയിരുത്തൽ. ലിഷോയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിരപ്പള്ളിയിലാണ് ഏഴാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടാന ഇപ്പോൾ അല്പം അവശ നിലയിൽ കാണുന്നത്. ആന ഏറെ നേരം കിടക്കുകയായിരുന്നു, പിന്നെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആന എഴുന്നേൽക്കുമ്പോൾ തന്നെ ആരോഗ്യം പ്രശ്നങ്ങൾക്ക് ഒരു കുറച്ചെങ്കിലും പരിഹാരമുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും ഒരു 100 മീറ്റർ ചുറ്റളവിൽ ആന ഇങ്ങനെ അധികമൊന്നും മുന്നോട്ട് പോകാതെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് വിദഗ്ധ സംഘം അങ്ങോട്ടേക്ക് എത്തുന്നത്. ആനയെ പരിശോധിക്കും. അങ്ങനെ ആളുകളെയൊന്നും വലിയ കാര്യമായിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാത്ത ഒരു കാട്ടാനയാണ്. അതുകൊണ്ടാണ് സ്നേഹത്തോടെ ആളുകൾ ഇങ്ങനെ ഒരു പേരിട്ട് വിളിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അതിരപ്പള്ളി എണ്ണപ്പന പ്ലാന്റേഷനിലാണ് ആന നിൽക്കുന്നത്.